അപ്പോൾ നമസ്കാരം. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, അമ്പും വില്ലും, മിഷ്യൻ ഗണ്ണ്, പിന്നെ ചോരപ്പുഴ, പിന്നെ അണുബോംബ്, ഇതെല്ലാം ഭയങ്കര ആക്രമിക്കും പിടിക്കുന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ചെയ്തിട്ട് ഇവന്മാരുടെ ഇവന്മാർ ഇത്രയും വലിയ പീക്ക് ലെവലിലാക്കി വെച്ചിട്ട് ഇവന്മാർ മനുഷ്യനെ ചിരിപ്പിച്ച് കൊല്ലണ പരിപാടി നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാനൊരു 20 സെക്കൻഡ് ഞാൻ വീഡിയോ കാണിച്ചു തരാം. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക പാവം അവിടുത്തെ ഒരു കാരണവർ, ഒരു എം പിയാ, ആ പുള്ളി ഇരുന്ന് കരയണ കണ്ടോ. हम मजबूर हैं, हम गुनाहगार हैं, लेकिन रब ने कहा हम तेरे हबीब के उम्मती हैं, अफ्ताह का वास्ता हमसे रहम का बल अल्लाह। आप चले जाएं उधर फिलिस्तीन में चले जाएं, कश्मीर में चले जाएं, जहां भी जाएंगे मुसलमानों के साथ वो ऐसे हो रहा है जो हम सोच भी नहीं सकते हैं। तो तू हमें माफ कर दे, हम तेरे के सर झुकाते हैं, माफी मांगते हैं। नहीं അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഒരു കണക്കിന് നോക്കിയാൽ ഇവന്മാർ പണ്ടേ ദുർബല, ഇപ്പോൾ ഗർഭിണി എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇവന്മാരുടെ ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇമാതിരി വായ്ത്താളവും ഇതെല്ലാം കൂടെ പറഞ്ഞിട്ട് ഇവന്മാർ ഇപ്പോൾ ആകപ്പാടെ ഊമ്പി തെറ്റി. അതിൻ്റെ ഇടയ്ക്ക് ചൈന കൊടുത്ത ഒരു സാധനം ഉണ്ടായിരുന്നു, അതും പൊട്ടിച്ച് കളഞ്ഞു നമ്മുടെ സേന എന്ന്. ഇതെല്ലാം കൂടെ അടിച്ച് പൊട്ടിച്ച് പള്ളയെ കളഞ്ഞു. ഇനി അവന്മാർക്ക് റഡാർ സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലയെന്നാണ് പറയുന്നത്. അതുപോലെ മറ്റേ മസൂദ് അസറിൻ്റെ ആ തെണ്ടിയിലെ ഭീകരൻ, അവൻ്റെ അനിയനെയും കൊണ്ടുപോയി പൊട്ടിച്ച് മൊത്തം തകർന്ന് അവൻ്റെ കുടുംബത്തിലെ 14 പേരെയും എല്ലാം അടിച്ചു കളഞ്ഞു. അപ്പോൾ ഇനിയെങ്കിലും ഇവന്മാർ, ഇപ്പം ആ കാരണവർ പറയണത് ഞങ്ങളെ രക്ഷിക്കാൻ ഇനി അള്ളയുള്ളൂ, ആരെങ്കിലും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് ലോക കരച്ചിലും ബഹളമൊക്കെയാണ്. ഇനി ഇവന്മാർ ഇനിയെങ്കിലും ഈ മാന്യവും മര്യാദയൊക്കെ ആയിട്ട് ഇനി ഇന്ത്യയുടെ അടുത്ത് ചർച്ച ചെയ്ത് വിട്ടാൽ എൻ്റെ പൊന്ന് പാകിസ്ഥാൻകാരെ, നിങ്ങളുടെ അവസ്ഥയെ ഓർത്തിട്ട് കഷ്ടം തോന്നുന്നുണ്ട്. എന്നാലും നിവൃത്തിയില്ല. നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ പ്രതിരോധ മന്ത്രിയും നമ്മുടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇവിടെ ഇന്ത്യ മഹാരാജ്യം മൊത്തം നിങ്ങൾക്കെതിരെ തിരിഞ്ഞേക്കുക. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്യാനുള്ള പരിപാടി ചെയ്തു. ഇതൊന്ന് പറയാൻ വന്നാൽ ഇത് കണ്ടിട്ട് ചിരിച്ച് ഇടപാട് തീർന്നു കാരണവരുടെ കരച്ചിൽ. പാവം പ്രായമായിപ്പോയ ആളാട്ടോ. എന്നാലും നിങ്ങളും ഇതിൻ്റെ അഭിപ്രായം ഇരിക്കുമോ, ശരിയല്ലേന്ന്?